അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ നാം കാണേണ്ടതും ജാഗ്രത കൈവരിക്കേണ്ടതുമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. സമൂഹത്തിൽ ഷിർക്കിൻ്റെ പ്രചാരകർ, അതിൻ്റെ വക്താക്കൾ, ഷിർക്കിനെ വളർത്താനും വലുതാക്കാനും വേണ്ടി കൂടുതലായും ഉപയോഗിച്ച് വന്നിട്ടുള്ള പണ്ഡിതനാണ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നവർ. അദ്ദേഹത്തിൻ്റെ പേരിൽ പല നിലക്കുള്ള കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നു. കള്ളക്കഥകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞ് പരത്തുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ ഇവർ പരിചയപ്പെടുത്തുന്നു. ജനങ്ങൾക്ക് ഷിർക്കിനോട് വലിയ താൽപ്പര്യവും സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ഇതുവഴി ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ റബീഉൽ ആഖിറിലാണ്. ജീലാനി ആണ്ട് അനുസ്മരണം എന്ന നിലക്ക് പല കാര്യങ്ങളും സമൂഹത്തിൽ കാണാൻ സാധ്യതയുള്ള ഒരു മാസമാണ്. ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു ഉസ്താദിൻ്റെ വീഡിയോ ആണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കാണുന്ന മനോഹരമായ പള്ളിയാണ് ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബുൽ അശീഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹത്തായ പള്ളി. ഇവിടെ അൽഹംദുലില്ലാഹ് നമ്മൾ 2 മണിക്കൂറോളം സമയം ചെലവഴിച്ചു. മുഹീദ്ദി മൗലൂദ്, റാത്തീബ്, മുഹീദ്ദി മാലിക് ഓതി, യാസീൻ ഓതി, കണ്ണീരോടുകൂടി ദുആ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി. സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടി ഇയാൾ സമൂഹത്തെ കേൾപ്പിക്കുന്നത്, അല്ലെങ്കിൽ സമൂഹത്തോട് വിളിച്ചു പറയുന്നത്, ജീലാനി അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയും അതുപോലെ തന്നെ അവിടെ ഷിർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ജാറം മക്ബറ അതിനെക്കുറിച്ചാണ്. അവിടെ എത്താൻ എല്ലാവർക്കും സൗഭാഗ്യമുണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം ആശിക്കുന്നത്. അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു. എന്തുമാത്രം വലിയ അപകടകരമായ ഒരു സന്ദേശമാണ് ഇയാൾ സമൂഹത്തിന് കൊടുക്കുന്നത്. അവിടെ മാലയും റാത്തീബും മറ്റ് കാര്യങ്ങളൊക്കെ ചൊല്ലി നിർവഹിച്ചു എന്നാണ് സന്തോഷത്തോടെ അയാൾ പറയുന്നത്. യഥാർത്ഥത്തിൽ മുഹീദ്ദീൻ മാല എന്ന കൃതിയിൽ ഉള്ളതെന്താണ്? അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ വല്ലതും അതിലുണ്ടോ? അത്രത്തോളം വലിയ ഷിർക്ക് നിറഞ്ഞു കിടക്കുന്ന കൃതിയാണ്. എത്രത്തോളം അള്ളാഹുവിൻ്റെ കഴിവുകളെ മുഹീദ്ദീൻ ഷെയ്ഖിന് ചാർത്തി കൊടുക്കുകയാണ്. ഭൂമി ഉരുണ്ട പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എന്ന് മാലയിലുണ്ട്. ലൗഹിലുള്ളത് മുഴുവൻ അദ്ദേഹം കണ്ടു എന്ന് ആ മാലയിലുണ്ട്. എത്രയധികം ഗൗരവകരമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മുരീദുകളാരും നരകത്തിലില്ല എന്ന് ആ മാലയിലുണ്ട്. ഇനി പുതിയ മുഹീദ്ദീൻ മാലയുണ്ട്. അതിലും ആഴത്തിലുള്ള അപകടങ്ങളാണ് നിറഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ മാല പാടി എന്ന്, അതവിടെ വെച്ച് ചൊല്ലി എന്ന്, മറ്റുള്ളവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചു എന്ന് സന്തോഷത്തോടെ ഊറ്റത്തോടെ പറയുകയാണ്. ഹദ്ദാദ്, റാത്തീബ് പോലെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള വിശ്വാസം എന്താണ്? മുഹീദ്ദീൻ ഷെയ്ഖ് കാണുകയും കേൾക്കുകയും ഹാജരാവുകയും മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ കാര്യങ്ങൾ സഫലമായി കിട്ടും, ഇതൊക്കെയാണ്. അതേപോലെ ഖുതുബിയ്യത്ത്, സമസ്തയുടെ സ്ഥാപക നേതാവായിട്ടുള്ള പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ ഖുതുബിയ്യത്തുണ്ട്, കായൽ പട്ടണത്തുകാരൻ എഴുതിയ ഖുതുബിയ്യത്തുണ്ട്. ഈ 2 ഖുതുബിയ്യത്തിലും ഷിർക്ക് തന്നെയാണ് നിറഞ്ഞാടുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സമൂഹത്തോട് ചൊല്ലാനും സമൂഹത്തിൻ്റെ മുമ്പിൽ ചൊല്ലിക്കൊടുത്തും അതിൽ ആനന്ദം കാണുക എന്നത് ഷിർക്കിനോടുള്ള വല്ലാത്ത പ്രിയവും സ്നേഹവുമാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഇസ്ലാം നമുക്ക് മുന്നറിയിപ്പ് നൽകിയ കാര്യമാണ്. വമൻ യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ സഹോദരങ്ങളെ നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ്. മമ്മാത്ത യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ ഒരാളുമില്ല എന്നറിഞ്ഞുകൊണ്ട് മരിക്കാൻ സാധിക്കണം. ഫലാ തജഅലു ലില്ലാഹി നിദ്ദൻ, ഒരു നിലക്കും അള്ളാഹുവിന് സമന്മാരെയോ തുല്യരെയോ പങ്കാളികളെയോ ഉണ്ടാക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ ഭാഗമായി തന്നെ ജീലാനി ആണ്ട് അനുസ്മരണം അത് ഇസ്ലാമികമാണോ? ഷെയ്ഖ് ജീലാനിക്ക് ആ നിലക്കൊരു മഹത്വം ഇസ്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും സൂചന തന്നിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സ്ഥാനം നമ്മൾ കൊടുക്കണ്ടേ? 4 ഖുലഫായിന്, ഖലീഫമാർക്ക് നമ്മൾ കൊടുക്കണ്ടേ? അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭരും പ്രസിദ്ധരുമായ എത്ര പണ്ഡിതന്മാരുണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കണ്ടേ? അവർ മരിച്ചതോ ജനിച്ചതോ പ്രത്യേകം കണക്കാക്കി അന്നൊരു പ്രത്യേക ദിക്ർ ചൊല്ലൽ, സൂറത്ത് യാസീൻ ഓതൽ, പ്രത്യേകമായി സ്വലാത്ത് ചൊല്ലൽ, അല്ലെങ്കിൽ എഴുതപ്പെട്ട ശിർക്കൻ ഏടുകളും കിതാബുകളും ഗ്രന്ഥങ്ങളും വായിക്കൽ, അത് ഇസ്ലാമല്ല. പ്രത്യേക ഭക്ഷണമുണ്ടാക്കൽ, ഇതെല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കളായി കടന്നു വന്നിട്ടുള്ള ഷിയാക്കൾ അവരുടെ നേതാക്കന്മാരെ മുന്നിൽ കണ്ട് ഉണ്ടാക്കിയതും പിന്നീട് പിൽക്കാലത്ത് സൂഫികൾ അതിന് പ്രത്യേക രൂപവും ഭാവവും ഒക്കെ നൽകി അതിനെ വളർത്തി വലുതാക്കി പരിപോഷിച്ച് അങ്ങനെ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അതിനാൽ വളരെ ജാഗ്രത കൈവരിക്കുക. ഷിർക്കിൽ അകപ്പെട്ടാൽ, അനാചാരങ്ങളിൽ അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടാൽ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ള നന്മകൾ പോലും ഇല്ലാതെയാകും, പൊളിഞ്ഞു പോകും എന്ന ഗൗരവകരമായ പേടി നമുക്കുണ്ടാകണം. നമുക്ക് ഇസ്ലാം പറഞ്ഞതും പഠിപ്പിച്ചതുമായ ഒട്ടേറെ കാര്യങ്ങൾ രാവും പകലും ചെയ്യാനുണ്ട്. ചെറുതും വലുതുമായ കാര്യങ്ങളുടെ പിന്നാലെ നാം ഓടിയെത്തുന്നില്ല. എന്നിട്ടാണ് ഇത്രയും വലിയ അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും സമൂഹം ക്ഷണിക്കപ്പെടുന്നത്. നമ്മുടെ ദൗത്യം വിസ്മരിക്കാതെ നാം മുന്നോട്ട് പോവുക, പരലോക വിജയം ആഗ്രഹിക്കുക. അള്ളാഹു അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.